ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം പുതിയ സിലബസ് ആണ്. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും വന്നിട്ടില്ല. നിങ്ങളുടെ എക്സാം കഴിഞ്ഞാലേ വരുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ നമുക്ക് എക്സാമിന് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഒന്നാമത്തേത് നമുക്ക് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ള പോലെ തന്നെ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷനാണ് നിങ്ങൾക്ക് വരിക. ഒന്നെങ്കിൽ ഒരു സ്റ്റോറി തരും, അല്ലെങ്കിൽ പാസേജ് തരും, അല്ലെങ്കിൽ പോം തരും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അവയുടെ ആൻസേഴ്സ് കണ്ടെത്താനാണ് പറയുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഒരു പോമാണ്. നമുക്ക് വായിച്ചു നോക്കാം. റീഡ് ദ പോം ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെയുള്ള പോം വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ എ വെരി ഹോട്ട് ഡേ ഓൺ എ ഹോളിഡേ. എന്താണ് ഹോളിഡേയിലെ ഒരു നല്ല ചൂടുള്ള ഒരു ദിവസം. വി ഗോ ടു ദ ബീച്ച്, വി ഗോ ടു ദ സീ. ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ദ വേവ്സ് പ്ലേ എ ഗെയിം, ദേ സേ യെസ്, ഐ സേ നോ. ഞാനും വേവ്സും തമ്മിൽ ഒരു ഗെയിം ഉണ്ടായി. എന്താണ് അവര് യെസ് പറയും, ഞാൻ നോ പറയും. ദ വേവ്സ് കം അപ് ടു മീ. അവരെൻ്റെ അടുത്തേക്ക് വരും. ആൻഡ് ഐ റൺ ഫ്രം ദ സീ. ഞാൻ ആ സീയിൽ നിന്ന് ഓടും. ആൻഡ് ഐ റൺ ഫ്രം ദ സീ. ദേ സേ നോ, ഐ സേ യെസ്, ഐ റൺ ബാക്ക് ടു ദ വേവ്. ഞാൻ ആ വേവിൻ്റെ അടുത്ത് നിന്നും ബാക്കിലേക്ക് മൂവ് ചെയ്യും, ഓടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള പോം. ഒരു കുഞ്ഞു പോമാണ് അല്ലേ. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഡേ ദ ചൈൽഡ് വെന്റ് ടു ദ. ഒരു ദിവസം കുട്ടി പോയി. എവിടേക്കാണ് പോയത്? ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എവിടേക്കാണ് പോയിട്ടുള്ളത്? ബീച്ചിലേക്കാണല്ലേ. അപ്പോൾ അവിടെ ബീച്ച് എന്ന് കൊടുക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഡേ വാസ്. ആ ദിവസം എങ്ങനെയുള്ള ദിവസമായിരുന്നു? ഓപ്ഷൻ എ ഹോട്ട്, ഓപ്ഷൻ ബി കൂൾ, ഓപ്ഷൻ സി വിൻഡി. എങ്ങനെയുള്ളതാണ്? ഹോട്ട് ആയിരുന്നു അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ പ്ലേസ് എ ഗെയിം വിത്ത് ദ ചൈൽഡ്. ആരാണ് ആ കുട്ടിയുമായിട്ട് ഗെയിം കളിച്ചത്? ആരായിരുന്നു? ടു വേവ്സ് ആയിരുന്നു അല്ലെ. ദ വേവ്സ് ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മൂന്നാമത്തെ ആൻസർ ദ വേവ്സ്. ദെൻ നാലാമത്തെ ചോദ്യം, ഡസ് ദ ചൈൽഡ് ലൈക്ക് ടു പ്ലേ വിത്ത് ദ വിൻഡ്. ആ കുട്ടി ആ വിൻഡുമായിട്ട് കളിച്ചു അല്ലെ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈന്, പിക്ക് ഔട്ട് ദ ലൈൻ. ആ ലൈന് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് ലൈനാണ്? ഐ റൺ ബാക്ക് ടു ദ വേവ്. അതാണ് അല്ലെ. ഐ റൺ ബാക്ക് ടു ദ വേവ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് സീ ഷോർ. സീ ഷോർ എന്ന വാക്കിന്റെ അർത്ഥം വരുന്ന വാക്ക് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സീ ഷോർ? കടൽ തീരമാണ് അല്ലെ. കടൽ തീരം വേറെ വാക്ക് ഏതാണ്? ബീച്ച് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബീച്ച് എന്ന ഉത്തരം കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് കോൺവെർസേഷൻ ആണ്. ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ ആണ്. എന്ത് കോൺവെർസേഷൻ ആണ്? ചെസ്റ്റർ അക്കോൺ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. നമ്മുടെ ചെസ്റ്റർ അക്കോൺ നമുക്കറിയാം, നമ്മൾ ഒന്നാമത്തെ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ദ കിസ്സിംഗ് ഹാൻഡ് എന്ന പാഠഭാഗത്തിൽ. അപ്പോൾ ചെസ്റ്റർ അക്കോൺ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല അല്ലേ. അവനക്ക് സ്കൂളിൽ പോകേണ്ട. ഹിസ് മദർ കമ്പൽസ് ഹിം. മദർ എന്താ പറയുന്നത്? സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ അക്കോൺ ആൻഡ് ഹിസ് മദർ. അപ്പോൾ ചെസ്റ്റർ അക്കോണും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലും ഇതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ എഴുതി കൊടുക്കാം. എങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്? മദർ പറയും, വൈ ആർ യു സേയിങ് ദാറ്റ്. നീ എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ചെസ്റ്റർ പറയും, ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് വീട്ടിൽ നിങ്ങളുടെ കൂടെ നിൽക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കണം. മദർ പറയാണ്, യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം യുവർ സ്കൂൾ. നിന്റെ സ്കൂളിൽ നിന്ന് നിനക്ക് ന്യൂ ഫ്രണ്ട്സിനൊക്കെ കിട്ടും. ചെസ്റ്റർ പറയാണ്, നോ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. പ്ലീസ് മേ ഐ സ്റ്റേ വിത്ത് യു. എനിക്ക് എൻ്റെ ടോയ്സ് ഒക്കെ ആയിട്ട് കളിക്കണം. ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. മദർ പറയും, നോ യു കാണ്ട്. നിനക്ക് പറ്റില്ല. ഇഫ് യു ആർ സ്റ്റേയിങ് ഹിയർ ഹൗ ക്യാൻ യു സ്റ്റഡി. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നീ എങ്ങനെയാണ് പഠിക്കുക? ചെസ്റ്റർ പറയാണ്, ഐ വിൽ സ്റ്റഡി ഫ്രം മൈ ബുക്സ്. ഞാൻ എൻ്റെ ബുക്സിൽ നിന്നൊക്കെ പഠിച്ചോളാം. നോ മാറ്റർ വാട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ സ്കൂൾ. അതൊരു വിഷയമൊന്നുമല്ല, എനിക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. മദർ പറയാണ്, സംടൈംസ് യു ഹാവ് ടു ഡു തിങ്സ് ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു. എന്താണ്? ചില സമയത്ത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് ഐ ആം ഷുവർ യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. നീ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സ്കൂള് എനിക്ക് ഉറപ്പാണ് നിനക്ക് സ്കൂൾ ഇഷ്ടമാകും എന്നുള്ളത് ഉറപ്പാണ്.
ചെസ്റ്റർ പറയാണ് ഐ ആം അഫ്രൈഡ് ടു ലീവ് ഹോം വിത്തൗട്ട് യു മദർ. നിങ്ങളില്ലാതെ, മദറെ നിങ്ങളില്ലാതെ ഇവിടെ ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ എനിക്ക് വളരെ പേടിയാണെന്ന് പറയാണ്. മദർ പറയും വെൽ ലെറ്റ് മീ ടെൽ യു എ സീക്രട്ട് ദാറ്റ് മേക്ക് യു ഓവർകം യുവർ ഫിയർ. ഞാൻ നിനക്ക് ഒരു സീക്രട്ട് പറഞ്ഞു തരാം, അത് നിന്റെ ഫിയർ ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയാണ്. സീക്രട്ടൊക്കെ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ ചെസ്റ്റർ റക്കൂണും മദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത് നോക്കൂ, ഒരു പാരഗ്രാഫാണ്. എന്താണ് വി ഹാവ് ലേൺഡ് അബൌട്ട് ആര്യാസ് ഡ്രീം. നമ്മൾ ആര്യയുടെ ഡ്രീമിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഡു യു ഹാവ് ഡ്രീംസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് യുവർ ഡ്രീം. നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രീംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. ഒരു മോഡൽ പറഞ്ഞു തരാം. ഓക്കെ, യെസ് ഐ ഹാവ് ഡ്രീംസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലും എനിക്കൊരു ഡ്രീം ഉണ്ട്. മൈ ഡ്രീംസ് ടു ബിക്കം എ മാജിക്കൽ ടീച്ചർ. എനിക്കൊരു മാജിക്കൽ ടീച്ചർ ആവാനാണ് ഇഷ്ടം, അതാണ് എൻ്റെ ഡ്രീം. ഐ വാണ്ട് ടു ഹെൽപ്പ് അതേഴ്സ് ലേൺ ആൻഡ് ഗ്രോ. എനിക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനും അവരെ വളർത്താനും എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് മേക്ക് സ്കൂൾ എ ഫൺ ആൻഡ് എക്സൈറ്റിംഗ് പ്ലേസ്. എന്താണ് സ്കൂൾ ഒരു ഫണ്ണും ഒരു എക്സൈറ്റിംഗ് പ്ലേസ് ഒക്കെ ഉള്ള സ്ഥലമാക്കി മാറ്റണം. ഐ ഡ്രീം ഓഫ് ഹാവിങ് എ ക്ലാസ് റൂം ദാറ്റ്സ് ലൈക്ക് എ വണ്ടർലാൻഡ്. ഒരു വണ്ടർലാൻഡ് പോലെയുള്ള ഒരു ക്ലാസ് റൂം ആക്കണമെന്നാണ് എൻ്റെ ഡ്രീം. വേർ സ്റ്റുഡൻസ് ക്യാൻ എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ്. അവിടെ എന്താണ് കുട്ടികളൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥലമായിരിക്കണം. ആസ് എ മാജിക്കൽ ടീച്ചർ ഐ വുഡ് മേക്ക് ലെസൺസ് കം അലൈവ് വിത്ത് സ്റ്റോറീസ് ഗെയിംസ് ആൻഡ് അഡ്വഞ്ചർ. എന്താണ് ഒരു മാജിക്കൽ ടീച്ചർ എന്ന നിലയിൽ എനിക്ക് എല്ലാ ലെസൺസും ഭയങ്കര ലൈവായിട്ടും സ്റ്റോറിയിലൂടെയും ഗെയിമിലൂടെയും അഡ്വഞ്ചറിലൂടെയും ഒക്കെ പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും ഡ്രീം ഉണ്ടായിരിക്കും. ആ ഡ്രീമിനെ കുറിച്ചിട്ടാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് നോക്കൂ, ഫോർത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റിഡിലാണ്. ഓക്കെ, റിഡിൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ കടങ്കഥ. റീഡ് ദ റിഡിൽ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് 2 റിഡിൽസ് മോർ. എന്താണ് താഴെയുള്ള റിഡിൽ വായിക്കുക, എന്നിട്ട് നിങ്ങൾ 2 റിഡിൽ ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഐ ഹാവ് 2 ആംസ് ആൻഡ് എ ഫേസ്. എനിക്ക് 2 ആംസ് ഉണ്ട്, അതുപോലെ ഒരു ഫേസും ഉണ്ട്. ബട്ട് നോ ആംസ് ആൻഡ് ലെഗ്സ്. എന്താണ് പക്ഷെ എനിക്ക് ലെഗ്സും ഹാൻഡ്സ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. വാട്ട് ആം ഐ? ഞാൻ ആരാണ്? ക്ലോക്ക് ആണല്ലേ ഉത്തരം എന്ന് പറയുന്നത്. ക്ലോക്ക് ആണ്. അവിടെ ബട്ട് നോ ഹാൻഡ് എന്നാണ് വരേണ്ടത്. ഓക്കെ, ബട്ട് നോ ഹാൻഡ് എന്നാണ് അവിടെ ആംസ് എന്നുള്ളത് മിസ്റ്റേക്കിലി ആയിപ്പോയതായിരിക്കും. അപ്പോൾ ഇതുപോലെ 2 റിഡിൽ നമുക്ക് ഉണ്ടാക്കണം. എന്ത് നമുക്ക് എഴുതാം? ഐ ആം ഫുൾ ഓഫ് ഹോൾസ്. ഞാൻ എന്ത് പറയുന്നത്? ഫുള്ള് ഹോൾസ് ഉള്ളതാണ്. ഐ ക്യാൻ ഹോൾഡ് വാട്ടർ. എനിക്ക് വാട്ടർ ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വാട്ട് ആം ഐ? ഞാൻ എന്താണത്? സ്പോഞ്ച്. ആൻസർ എന്താണ്? സ്പോഞ്ച് ആണ്. നെക്സ്റ്റ് നോക്കൂ, ഐ ഹാവ് മെനി കീസ്. എനിക്ക് ഒരുപാട് കീസ് ഉണ്ട്. ബട്ട് ഐ കാണ്ട് ഓപ്പൺ എനി ഡോർസ്. പക്ഷെ എനിക്കൊരു ഡോറും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഹു ആം ഐ? ആരാണ് ഞാൻ? പിയാനോ. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള റിഡിൽസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രൈബ് അബൌട്ട് യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂമിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ചിലപ്പോൾ പിക്ചർ തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും തിങ്സ് തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനും പറയാറുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? ഇൻ ദ ക്ലാസ് റൂം ദർ ആർ റോസ് ഓഫ് ഡെസ്ക് നീറ്റ്ലി അറേഞ്ച്ഡ്. ദ വാൾസ് ആർ ഡെക്കറേറ്റ് വിത്ത് കളർഫുൾ പോസ്റ്റേഴ്സ്. എന്താണ് വോളൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് എ ബിഗ് ബ്ലാക്ക് ബോർഡ് ഓൺ ദ വാൾ വേർ ദ ടീച്ചർ റൈറ്റ്സ് ലെസൺ. എന്താണ് വാളിൽ ഒരു വലിയ ബ്ലാക്ക് ബോർഡ് ഉണ്ട്, അതിലാണ് ടീച്ചർ ലെസൺസ് ഒക്കെ എഴുതി തരാറ്. ഓൺ ദ ടീച്ചേഴ്സ് ഡെസ്ക് ദർ ആർ സം ബുക്സ് ആൻഡ് പേപ്പേഴ്സ്. ടീച്ചറുടെ ഡെസ്കിൽ കുറച്ച് പേപ്പേഴ്സും ബുക്സും ഒക്കെ ഉണ്ട്. ദ ക്ലാസ് റൂം ഈസ് എ പ്ലേസ് വേർ സ്റ്റുഡൻറ് ലേൺ ആൻഡ് ഹാവ് ഫൺ ടുഗെദർ. ക്ലാസ് റൂം എന്ന് പറയുന്നത് കുട്ടികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ലേൺ ചെയ്യുന്നതും ഫണ്ണായിട്ട് ഒക്കെ എൻജോയ് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.